ഹായ്, നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ തയ്യാറാക്കുമ്പോഴേ പലരും പല രീതിയിലാണ് തയ്യാറാക്കുന്നത് അല്ലേ. ചിലരാണെങ്കിൽ നേരിട്ട് അത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഓയിലിട്ടങ്ങ് ഫ്രൈ ചെയ്തെടുക്കും. വേറെ ചിലരാണെങ്കിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒന്ന് കുക്ക് ചെയ്ത ശേഷം ഒന്ന് വേവിച്ച ശേഷം ആണ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇങ്ങനെ പല തരത്തിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്ക് അങ്ങോട്ട് ശരിയാവുന്നില്ലായിരുന്നു. എന്തോ ഒരു സുഖക്കുറവുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഒരു കസിനാണ് എനിക്കൊരു റെസിപ്പി പറഞ്ഞു തന്നത്. അതായത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുമ്പം നിറച്ചിങ്ങനെ നല്ല മുരുമുരായുള്ള അരപ്പൊക്കെ കൂട്ടി കഴിക്കാനാണ് ചിക്കൻ ഫ്രൈ എനിക്കിഷ്ടം. ആ ഒരു റെസിപ്പി കിട്ടിയ ശേഷം പിന്നെ എനിക്ക് വേറെ ഒരു റെസിപ്പി നോക്കി നടക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ ആ ഒരു റെസിപ്പി നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമുക്ക് ആ ഒരു നല്ല ഗ്രേവിയൊക്കെ ഉള്ള നല്ല ആ മുരുമുരുത്ത് കിടക്കുന്ന ആ ഗ്രേവിയൊക്കെ ഉള്ള ആ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് സാധനങ്ങൾ ഡ്രൈ റോസ്റ്റ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം ഫെനൽ സീഡ്സ്, പിന്നെ ഒരു 1/2 തൊട്ട് 3/4 ടീസ്പൂൺ വരെ മുഴുവനായിട്ടുള്ള നമ്മുടെ പെപ്പർ, പിന്നെ ഒരു നുള്ള് ഉലുവ, ഒരു 6-7 വരും, പിന്നെ ഒരു വലിയ 2 കഷ്ണം സിനമണാണ്, പട്ട, ഒരു 5-6 ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് ഒരു 5-6 ഏലക്ക, പിന്നെ ഇത് ഒരു 7-8 ഉണക്കമുളകാണ് കേട്ടോ, കാശ്മീരി മുളകല്ല. ഇതൊരു വലിയ പീസ് ജിഞ്ചറാണ്, അതൊരു ചെറിയ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ഓക്കെ, അതിനുശേഷം ഒരു 7-8 ഒരു വെളുത്തുള്ളി കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ലോ ഫ്ലെയിമിൽ ഒന്നിങ്ങനെ ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് ഈ മുളകിലൊക്കെ ഇങ്ങനെ ഇതുപോലെ കറുത്ത മാർക്സ് വരില്ലേ, അപ്പോൾ ഒന്ന് മൂത്തു എന്നാണ് എൻ്റെ അർത്ഥം. നല്ലൊരു സ്മെല്ലും വരും. അപ്പോൾ ഇതൊന്ന് തണുത്ത ശേഷം കേട്ടോ, തണുത്ത ശേഷമേ ഇത് ഇടാവുള്ളൂ മിക്സിയിലേക്ക്. തണുത്ത ശേഷം നമുക്കിത് മിക്സിയുടെ ഒരു ചെറിയ ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ചുകൂടെ സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. ഒരു 5-6 ചുവന്നുള്ളി, ഓക്കെ, പിന്നെ ഒരു നല്ല പഴുത്ത മീഡിയം സൈസിലെ ടൊമാറ്റോ, നല്ല പഴുത്തതായിരിക്കണം, ശ്രദ്ധിക്കണം. പിന്നെ വേണ്ടത് നിറയെ ഒരു ഹാൻഡ്ഫുള്ളായിട്ടുള്ള കറിവേപ്പില, നല്ല ഫ്രഷ് കറിവേപ്പില, പിന്നെ മല്ലിയില, പിന്നെ വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി കേട്ടോ, ഇതിട്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഒരു പകുതി നാരങ്ങയുടെ ജ്യൂസ് കൂടെ പിഴിഞ്ഞ് ഒഴിക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഓക്കെ, ഇതെല്ലാം കൂടെ വെള്ളം ഒന്നും ചേർക്കാതെ ടൊമാറ്റോയുടെ ജ്യൂസിൽ തന്നെ നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കുക. ഞാനിവിടെ ഒരു 700 ഗ്രാം ചിക്കനാണ് മീഡിയം സൈസിൽ കട്ട് ചെയ്തിരിക്കുക. ഇത് ബോൺലെസ് അല്ല, ബോണോട് തന്നെയാണ്. ഇതിലേക്ക് നമുക്ക് ഈ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടങ്ങ് മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ ഫ്രൈക്ക് എപ്പോഴും എനിക്കൊരു മീഡിയം കട്ടാണ് ഇഷ്ടം, എന്നാലേ ഈ അരപ്പൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുകയുള്ളൂ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിഫറൻസ് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇത് മാരിനേറ്റ് ചെയ്തിട്ട് മിനിമം ഒരു 1 അവറെങ്കിലും വെക്കണം. മിനിമമാണ് ഞാൻ പറയുന്നത്, കൂടുതൽ ടൈം വെച്ചാൽ അത്രയും നല്ലത്. ശരിക്കും പറഞ്ഞാൽ ഇത് രാത്രിയൊക്കെ ഓവർനൈറ്റ് ഇത് വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് ഫ്രൈ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2-3 മണിക്കൂറായി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇനി ഒരു അയൺ കടായിൽ ആവശ്യത്തിന് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. ഇതിനൊക്കെ നാടൻ ആ ഒരു സ്മെല്ല് കിട്ടാൻ വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് എപ്പോഴും. അപ്പം നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇത് കുറേശ്ശെ, ഒത്തിരി ഓവർ ക്രൗഡഡ് ആയിട്ട് ഇടരുത്, 2-3 ബാച്ചായിട്ട് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വറുത്തെടുക്കുക. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, പുറം കരിയും അകം പക്ഷേ വേവുമില്ല അങ്ങനെ ചെയ്താൽ. സോ എപ്പോഴും മീഡിയം ഫ്ലെയിമിലായിരിക്കണം. എന്നിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ഈ ഒരു കളറാവുന്നത് വരെ വറുത്ത് നമുക്കതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റിയ എക്സസ് ഓയിലൊക്കെ അത് ഡ്രെയിൻ ചെയ്തോളും. ഓക്കെ, അങ്ങനെ ഞാൻ ഇപ്പോൾ ഇതൊരു 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുക. ഓക്കെ, ഇതും ആയിട്ടുണ്ട്, നമുക്കിതും കോരി മാറ്റാം. അപ്പോൾ ചിക്കൻ ഫ്രൈയുടെ പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ചെറിയ പരിപാടി കൂടെ ഉണ്ട് കേട്ടോ. വേറെ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇടുക. അതിലേക്ക് വെളുത്തുള്ളി ഒരു 7-8 വെളുത്തുള്ളി തൊലിയോട് തന്നെ കേട്ടോ ചതച്ച് ഇട്ടിട്ട് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്യുക. ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നിറയെ കറിവേപ്പില ഇട്ട് കൊടുക്കുക.
അതിലേക്ക് നമ്മൾ ഇടുന്നത് ചെറിയ തേങ്ങയിലെ ഗ്രേറ്റഡ് കോക്കനട്ട് ഒരു 2 ടേബിൾ സ്പൂണാണ്, ഒരു 3 ടേബിൾ സ്പൂൺ വരെ ഇടാം. അതിലേക്ക് ചതച്ച ഉണക്കമുളക്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്. ഇത് നിർബന്ധമാട്ടോ, ഇതാണ് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത്. അതൊക്കെ ഒരു മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനോട് അതിലിട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അതായത് ഈ മസാലയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ടാവണം. ഓക്കെ, സംഭവം കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് ഞാനൊരു എക്സ്ട്രാ ഫ്ലേവറിന് വേണ്ടി കുറച്ചുകൂടെ, ഞാനൊരു കറിവേപ്പില ഫാനാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ കറി ലീവ്സ് ഇട്ടിട്ടുണ്ട്. സംഭവം ഇത്രയേ ഉള്ളൂ. നല്ല ചൂടോടെ നമ്മൾ സെർവ് ചെയ്യുക. ഭയങ്കര ടേസ്റ്റാണത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം അറിയിക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അല്പമെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ബട്ടണൊക്കെ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.